വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. ഇന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള സോഷ്യോളജിയുടെ മറ്റൊരു ചാപ്റ്ററുമായിട്ടാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 9 സോഷ്യോളജിയുടെ ചാപ്റ്റർ 9 നമ്മുടെ പാഠത്തിന്റെ പേര് സ്റ്റാറ്റസ് ആൻഡ് റോൾസ് അല്ലേ. സ്റ്റാറ്റസ് റോൾ എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പദവിയും പങ്കും അല്ലെ, സമൂഹത്തിലുള്ള നമ്മുടെ പദവിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പങ്കിനെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാറ്റസ് എന്താണ് സ്റ്റാറ്റസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സമൂഹം എന്നുള്ളത് അല്ലെ. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലിയൊരു വലയമാണ് എന്ത് സമൂഹം എന്നുള്ളതും അതുപോലെ തന്നെ ബന്ധങ്ങളെ എന്താണ് ചാലക കർമ്മത്തിനിടയിൽ ഒരു വ്യക്തി വഹിക്കുന്ന പദവി അല്ലെങ്കിൽ തന്നെ അവൻ വഹിക്കുന്ന സ്ഥാനത്തിനാണ് എന്ത് പറയുന്നത് സാമൂഹിക പദവി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ പദവി എന്നുള്ളത് എന്താണ് സമൂഹത്തിൽ നമ്മൾ വഹിക്കുന്ന ഒരു സ്ഥാനം, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പദവി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കാം പദവിയുടെ സവിശേഷതകൾ അല്ലെ എന്തെല്ലാം എന്നുള്ളതാണ്. ഒരു പദവി ഒരു പ്രത്യേക വ്യക്തി എന്തെങ്കിലും ആശ്രയിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത് എന്താണ് പദവി എപ്പോഴും അന്യോന്യ പ്രവർത്തന സൂചകമാണ് എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് പല പദവികൾ ഒരേ സമയം എന്ത് ചെയ്യാം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ പദവിയെ സൂചിപ്പിക്കുന്നതിന് ബാഹ്യ ചിഹ്നങ്ങൾ എന്ത് ചെയ്യാം ഉണ്ടാകാം. അതുപോലെ തന്നെ സാമൂഹിക പദവികൾക്ക് ചില പെരുമാറ്റ ചട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ് എന്നുള്ളതാണ് ഓരോ പദവിക്കും പ്രത്യേകമായ ചില അവകാശങ്ങളും കടമകളും മാറ്റുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ ക്രമവും സ്ഥിരതയും മറ്റും പാലിക്കുന്നതിന് പദവികൾ എന്ത് ചെയ്യുന്നു സഹായകമാണ്. അതുപോലെ പ്രാധാന്യത്തിന്റെയോ തോത് മാറുന്നതിനനുസരിച്ച് പദവികൾ എന്ത് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ സാമർഥ്യമുള്ളവർക്ക് കുറെ കൂടി ഉയർന്ന പദവി ലഭിക്കുന്നു എന്നുള്ളതും എല്ലാ ആളുകൾക്കും തിരിച്ചറിയാൻ ഉതകുന്ന ഒരു പ്രധാന പദവി ഉണ്ടായിരിക്കും എന്നുള്ളതും ഇതെല്ലാം എന്തിന്റെ ഉദാഹരണമാണ് പദവിയുടെ സവിശേഷതകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവകളാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പങ്ക് റോൾ എന്നാൽ എന്നുള്ളതാണ്. പദവിയുടെ ചലനാത്മകവും പെരുമാറ്റപരവുമായിട്ടുള്ള ഒരു വശമാണ് പങ്ക് അഥവാ റോൾ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പദവികൾ വഹിക്കാനുള്ളവയും പങ്ക് നിർവഹിക്കാനുള്ളതുമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പദവികൾ എന്നുള്ളത് വഹിക്കാനുള്ളതും പങ്ക് അതെന്താണ് നിർവഹിക്കാനുമുള്ളതും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. തമ്മിലുള്ള വ്യത്യാസം സ്റ്റാറ്റസ് റോളും തമ്മിൽ എന്താണ് പങ്ക് എന്നുള്ളത് റോൾ എന്താണ് അത് നിർവഹിക്കാനുള്ളതാണ്. ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ ഒരു എന്താണ് വ്യക്തി നിർവഹിക്കുന്ന രീതിക്കാണ് പങ്ക് അഥവാ റോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പൊ സ്റ്റാറ്റസും റോളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു പറഞ്ഞ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു സ്റ്റാറ്റസും റോളും എന്ന് നമ്മൾ എന്ത് ചെയ്തു ഈ ചാപ്റ്ററിൽ നമ്മൾ വ്യക്തമാക്കി. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസുകളെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് തരത്തിലുള്ള പദവികൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതെല്ലാമാണ് രണ്ട് തരത്തിലുള്ള പദവികൾ എന്നുള്ളത് എന്താണ് ഒന്ന് ആർജിത പദവിയും മറ്റൊന്ന് ആരോപിത പദവിയും. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടിയാണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കൂ. സോഷ്യോളജിയിലെ സ്റ്റാറ്റസും റോളും സംബന്ധിച്ച പഠനത്തിന്റെ പ്രാഥമിക ശ്രദ്ധ എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, നമുക്കിവിടെ 4 ബ്രാക്കറ്റിലായിട്ട് 4 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി നമുക്ക് നോക്കാം. ഒന്ന് നോക്കൂ, സാമ്പത്തിക അസമത്വം ഒന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സാമൂഹിക ശ്രേണിയും പെരുമാറ്റവും. 3 രാഷ്ട്രീയ സംവിധാനങ്ങൾ. 4 സാംസ്കാരിക രീതികൾ. അല്ലെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. സോഷ്യോളജിയിലെ സ്റ്റാറ്റസും റോളും സംബന്ധിച്ച പഠനത്തിന്റെ പ്രാഥമിക ശ്രദ്ധ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കി ഉത്തരം വരുന്നതാണ് സാമൂഹിക ശ്രേണിയും പെരുമാറ്റമാണ്. സമൂഹത്തിലുള്ള നമ്മുടെ ശ്രേണികരും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതികളുമാണ് സോഷ്യോളജിയിലെ സ്റ്റാറ്റസ് റോളും സംബന്ധിച്ച പഠനത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ശ്രദ്ധ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാഷണൽ അക്കാദമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.